മലയാളത്തിൽ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഏതാണെന്നല്ലേ? നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് 8 മാസം 15,000-ൽ കൂടുതൽ കോപ്പികൾ. അപ്പോ എന്താണിത്ര ഹിറ്റാവാൻ കാരണം? നമുക്ക് കഥയിലേക്കൊന്ന് പോയി നോക്കാം. കഥയിലെ പ്രധാന ആൾ അതിഥിയാണ്. ബാംഗ്ലൂർ നഗരത്തിൽ സ്വന്തം വഴി തേടുന്ന ഒരു പെൺകുട്ടി. അവളുടെ യാത്ര ഒരുപക്ഷേ നമ്മളിൽ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രണയത്തിലെ ചതി, സൗഹൃദത്തിലെ പ്രശ്നങ്ങൾ. അതായത് മറ്റുള്ളവരിലല്ല, നമ്മളിൽ തന്നെ കരുത്ത് കണ്ടെത്താൻ പഠിക്കുന്നതാണ് ഈ കഥയുടെ കാതൽ. ബാംഗ്ലൂർ വെറുമൊരു സ്ഥലമല്ല, ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്. നല്ലൊരു സിനിമാറ്റിക് ഫീൽ തരുന്നുണ്ടത്. പക്ഷേ വായിച്ചവർക്ക് എന്താ പറയാനുള്ളത്? അവിടെയാണ് ട്വിസ്റ്റ്. അഭിപ്രായങ്ങൾ പലതാണ്. ചിലർക്ക് ഇതിന്റെ സിമ്പിൾ സ്റ്റൈൽ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. മറ്റു ചിലർക്ക് ഇതൊരു സാധാരണ ഓൺലൈൻ എഴുത്തുപോലെ തോന്നി. പക്ഷെ ഒരു കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ പുസ്തകം ഒരുപാട് ചെറുപ്പക്കാരെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവന്നു. വിമർശനങ്ങൾ എന്തുതന്നെയായാലും ഇതിലെ മെസ്സേജ് ഒരുപാട് പേരുടെ ഹൃദയത്തിൽ തൊട്ടു. അപ്പോ എന്താണ് ഈ നോവലിന് ഇത്രയേറെ പ്രിയപ്പെട്ടതാക്കുന്ന ആ ആശയം? വളരെ സിമ്പിളാണ്. നമ്മുടെ സന്തോഷം മറ്റൊരാളുടെ കയ്യിലാവരുത്. ഇതുതന്നെയാണ് ഇതിന്റെ വിജയരഹസ്യവും. ഈ കഥ ശരിക്കും ഒരു കണ്ണാടി പോലെയാണ്. നമ്മളെ കുറവുകളോടുകൂടി നമ്മളെ തന്നെ സ്നേഹിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അവസാനം പുസ്തകം നമ്മളോടൊരു ചോദ്യം ചോദിക്കും. നമുക്കുവേണ്ടി മുന്നോട്ടു പോകാനുള്ള ശക്തി അതെവിടെ നിന്നാണ് നമ്മൾ കണ്ടെത്തുക?